ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് വളരെ ഈസി ആയിട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള മോൾഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡാട്ടോ എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ സ്റ്റീലിൻ്റെ കറിയൊക്കെ സെർവ് ചെയ്യുന്ന ബൗളില്ലേ, ആ ഒരു ബൗളിലെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മോൾഡ് ഉള്ള കാരണം മോൾഡിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണിൻ്റെ നടുക്ക് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈദപ്പൊടി കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഴിമുട്ട യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡും കോഴിമുട്ടയും ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഏതൊരു മധുരത്തിനും ചെയ്യണ പോലെ തന്നെ കുറച്ചൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. അത് പിന്നെ ചേർത്താലും മതിയാവും. ഇപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ഒരുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിലും മറ്റേ പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട പൊടിച്ചതും കൂടെ ചേർക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ക്യാരറ്റ് കേക്കിൽ ഉണ്ടാക്കണത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കറുവപ്പട്ടയുടെ ഫ്ലേവറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ വെച്ചേക്കാം. അപ്പോൾ പഴയ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടി 2-3 പാർട്ടായിട്ട് ചേർത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും പാൽ കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ ലൂസായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു ലൂസ് ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ ക്യാരറ്റിലെ വാട്ടർ കണ്ടൻറ്റും കൂടെ കൂടിയപ്പോഴത്തേക്കും കുറച്ച് ബാറ്റർ ലൂസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമ്മളിത് എക്സ്ട്രാ വെച്ചേക്കൊന്നും വേണ്ട, ഉടനെ തന്നെ നമ്മളുടെ ആ ഒരു മോൾഡ് റെഡിയാക്കി വെച്ചേക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഒന്ന് താഴെ വെച്ച് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത പാത്രമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചില്ലിൻ്റെ മൂടി ആയതുകൊണ്ട് പൊങ്ങി വരുന്നത് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഞാൻ തുറന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് തുറന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേക്ക് ഒന്ന് പൊങ്ങിയ ഇതിൽ നിന്ന് തന്നെ താഴ്ന്നു പോകും. അപ്പോൾ ഉടനെ തുറക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇതിപ്പോൾ ഞാനൊരു പപ്പടം കുത്തുന്ന കോല് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ അത് നല്ല ക്ലീനായിട്ടാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളുടെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. സാധാ കേക്കിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ക്യാരറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കേക്കിന് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.